അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു വാക്സിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് ഇനിഷ്യലി ഞാൻ ഇച്ചിരി പാനിക്കായി. കാരണം അതിൻ്റെ ഒരു കോൺസിക്വൻസ് എനിക്കറിയാമല്ലോ. അതിനുശേഷമാണ് ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് എല്ലാം വായിക്കുന്നത്. അതായത് എൻ്റെ റൂം ഇതാണ്. ഇതെല്ലാം ഞാൻ ഒരു ജൂൺ സമയത്ത്, കഴിഞ്ഞ കൊല്ലം ജൂൺ സമയത്ത് എഴുതിയിട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ലോകത്ത് ഇപ്പോൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം ആണെങ്കിൽ പോലും അതും അവരുടെ ലക്ഷ്യം തന്നെയാണ്. പക്ഷേ ഈ വിഡ്ഢികളായ ആ ഒരു LDF, UDF, BJP എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഒരു വേംസിന് ഇതിന്റെ സീക്വൻസ് അറിയില്ല. അതോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സ് പോഴന്മാരെല്ലാം ഗെയിമെല്ലാം കളിച്ചു നടക്കുന്നത്. പക്ഷെ നാളെ ഒരു സമയം ഒരു ബോംബ് പൊട്ടി ഇതുപോലെ വെള്ളം വരുമെന്നോ ഇതൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതികരിക്കാത്തൊരു ഫൂൾസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് സൊല്യൂഷൻ ചെയ്യണമല്ലോ. കാരണം ഞാൻ പറയില്ലേ, ഞാൻ വന്നു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം എനിക്ക് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ, ഓക്കെ, അതായത് റിലാക്സേഷന്റെ ഫസ്റ്റ് വീഡിയോ, ഇപ്പൊ ഒരു 1900 വീഡിയോസ് ആയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വീഡിയോ ഇതാണ്. അതായത് നിങ്ങൾക്ക് പ്രകൃതിയോട് സ്നേഹം വേണ്ട, പക്ഷേ ശരീരത്തിനോട് സ്നേഹമുണ്ടോ എങ്കിൽ വരൂ. അപ്പോൾ അതായിരുന്നു എന്റെ ഫസ്റ്റ് വീഡിയോ. അതിനുശേഷം എന്റെ റിസർച്ച് പോയത് ശരീരത്തിനെ കുറിച്ചും പഠിക്കണം, പ്രകൃതിനെ കുറിച്ചും പഠിക്കണം. അപ്പൊ ഇപ്പൊ എനിക്ക് ധൈര്യത്തോടെ പറയാം, ഏതൊരു മനുഷ്യനും, ഏതൊരു റോബോട്ടിനോ ഏയ്ക്കോ വന്ന് എന്നോട് വന്ന് സംസാരിക്കാവുന്നതാണ് ഈ പ്രകൃതിനെ കുറിച്ചും, മനുഷ്യനെ കുറിച്ചും, ജനനത്തിനെ കുറിച്ചും, മരണത്തിനെ കുറിച്ചും. ഓക്കെ, മരണമെല്ലാം ഡയറക്ട്ലി ഫീൽ ചെയ്ത് അറിഞ്ഞവനാ ഞാൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് സായിജി എന്നുള്ള മഹാ പ്രൊജക്റ്റും ഞാൻ കൊണ്ടുവന്നത്. അതായത് സായിജി എന്നുള്ളത് ഈ രീതിയിൽ, അതായത് കുഞ്ഞുങ്ങളെല്ലാം ആ ഒരു മൃഗമാക്കി മാറ്റുന്ന കൺസെപ്റ്റാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വയലന്റ് ആണ്, അതോടൊപ്പം കണ്ണട വരുന്നു, ഈ പറയുന്ന ഷുഗർ വരുന്നു, സ്ട്രോക്ക് വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, PCOD വരുന്നു. അപ്പൊ ഇതെല്ലാം അവരുടെ തന്നെ ആ ഒരു ജെനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്ന. അപ്പൊ അത് മാറ്റാൻ വേണ്ടി തന്നെയാണ് റിലാക്സോർസിന്റെ ആഗ്രഹമായ എന്റെ ആഗ്രഹം 4, അതായത് ആ ഒരു എംബ്രിയോ മുതലുള്ള ആ ഒരു കുഞ്ഞിന്റെ സുരക്ഷിതത്വം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ ഞാൻ ഇവിടെ ആക്കിയെടുക്കും. അതിന് വേണ്ടി തന്നെയാണ് 100 കോടി ഫോറസ്റ്റ് 2 വർഷത്തിനുള്ളിൽ ചെയ്ത് കൊച്ചി എല്ലാം ഇതുപോലെ ആക്കുന്നത്. കേരളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാട് പിടിക്കണം. കാട് വഴി തന്നെയേ ശുദ്ധമായ പ്രാണവായു കിട്ടുള്ളൂ. ഓക്കെ, അല്ലെ പ്രാണവായു എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന സാധനമാണ് ഈ ഓക്സിജൻ എന്നുള്ളത്. അത് മരവിലെങ്കിലും കിട്ടും, പക്ഷെ ശുദ്ധം അത് കിട്ടണമെങ്കിൽ മരം തന്നെ വേണം, ഫൈറ്റോൺസൈഡ്സ് തന്നെ വേണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്റെ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന ജാതി വേർപാട്, മതോദ്ദേശം ഇല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കണം. കാരണം ഈ വിഷം ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അച്ഛനമ്മമാരും കൂടിയാണ് കേട്ടോ, ഈ പറയുന്ന അമേരിക്കക്കാർ മാത്രമല്ല, ഈ വിഡികളായ ആ ഒരു അച്ഛനമ്മമാരെ കൂടി ചെയ്യുന്നതാണ്. അപ്പൊ അതും പിന്നെ സൊസൈറ്റി അതും അടിച്ചേൽപ്പിക്കും. അപ്പൊ അതും ഞാൻ കഴിക്കുമായിരുന്നതാണ്. പിന്നെയുള്ള മൂന്നാമത്തെ ആ ഒരു എംബ്രിയോനെ വളർത്താനുള്ള ശുദ്ധമായ പച്ചക്കറി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിനറൽ ഫ്രൂട്ട്സ്, ഇതെല്ലാം ഞാൻ കൊടുക്കുന്നതാണ്. വെള്ളം, അതോടൊപ്പം തന്നെ യോഗ, ഇതെല്ലാം വേദങ്ങള്. അപ്പോൾ ഇതെല്ലാം വഴിയാണ് സായുജ് എന്നുള്ള മഹാ പ്രൊജക്ട്. അപ്പൊ അത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിഡ്ഢികൾ ആ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ് ഡ്രൈൻ ചെയ്യിപ്പിക്കാനുള്ള വാക്സിൻ വരെയും കുത്തിവെക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന രീതിയിലത്തെ പ്ലാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, റിലാക്സ് കോഴ്സ് എന്നുള്ള എന്റെ മോനെ കൊണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, അവരെന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ വരക്കുന്ന വരയിലൂടെയാണ് അവർ വരുന്നത്. ഈ എപ്സിൻ ഫയലാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി എത്താനുണ്ട്. കാരണം ഈ വിഡ്ഢികളായ ജുഡീഷ്യറി, ഈ പറയുന്ന ഗവൺമെന്റ്, ഈ പറയുന്ന പോലീസും ഇതെല്ലാം വേസ്റ്റ് തന്നെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവുണ്ട്. അതായത് 5% ആൾക്കാർ മനസ്സിലുണ്ട്, ബാക്കി 95% പിന്നെ ആ ഒരു വേംസ് തന്നെയാണ്. ആ വേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ അവരെ മനസ്സിലാക്കേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. കാരണം അവരവിടെ ജീവിക്കുന്നു, മരിക്കുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് ഭാവി തലമുറ, അവരുടെ സംരക്ഷണം ഞാൻ ചെയ്യുന്നതാണ്.